പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പിശാചിന്റെ കൂട്ടുകാരൻ നമ്മൾ ആവരുത് എന്നാണ്, അല്ലെ? ഇവിടെ 15 സ്വഭാവമുള്ള ആളുകൾ അവരാരാണെന്നറിയോ? ഇബ്ലീസിന്റെ കൂട്ടുകാരാണ്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ 15 സ്വഭാവം എനിക്കുണ്ടോ എങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരാ? ഇബ്ലീസാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇബ്ലീസിന്റെ പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, കടങ്ങൾ വേഗത്തിൽ വീട്ടിക്കിട്ടാൻ, പ്രതിസന്ധികളിൽ നിന്നുള്ള പരിഹാരം കിട്ടാൻ, രോഗങ്ങൾ വേഗത്തിൽ ശിഫയാവാൻ, നമ്മുടെ ഈമാൻ മനസ്സിൽ പാറ പോലെ ഉറയ്ക്കാൻ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഒരു ചെറിയ ദുആ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഒരുപാട് മഹത്വം കിട്ടിയ, പ്രതിഫലം കിട്ടിയ, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ഒരു ദുആയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആ ദുആയും അതിൻ്റെ അർത്ഥവും ഇൻഷാ അള്ളാഹ് വിശദീകരിച്ച് കേൾക്കാം. അല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളിൽ പലരും. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഇനിയുള്ള രാവുകളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല മാറ്റി എല്ലാവിധ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആദ്യം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, പരിശുദ്ധമായ റമദാൻ മാസം ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് റമദാനിലേക്കുള്ളത്. നമ്മളൊക്കെ സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നവരാണ്. സുബഹിയുടെ ഫർളായ നമസ്കാരത്തിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഇത് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ദുആയാണ്. ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടമെന്നാൽ പിശാച് നമ്മളെ തൊട്ട് ഓടി ഒളിക്കുമെന്നാണ്. നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. കാരണം എപ്പോഴും പിശാച് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നിസ്കാരത്തിൽ അശ്രദ്ധത വരുന്നത്, നന്മകൾ ചെയ്യാൻ പലപ്പോഴും തോന്നാത്തത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോയി പോകുന്നത്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത്, ഹറാമുകൾ കണ്ടുപോകുന്നത്, കേട്ടുപോകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? പിശാച് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പിശാചിന്റെ ദുർബോധനത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ച ഒരു ദുആയാണ്. മാത്രമല്ല ഈ ദുആഇന്റെ മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉറക്കുമെന്നാണ്. ഇന്നിപ്പോൾ ഈമാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അന്ത്യനാളാകുമ്പോൾ, അതായത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, രാവിലെ ഭയങ്കരമായ വിശ്വാസമുള്ള പലരും വൈകിട്ട് സമയമാകുമ്പോൾ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് പോകും. വൈകുന്നേരം പലരും അതുപോലെ തന്നെ ഇസ്ലാമിലായിരിക്കും, മുസ്ലിമായിരിക്കും, വിശ്വാസത്തിലായിരിക്കും. പക്ഷെ രാവിലെയാകുമ്പോൾ അവർ ആ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് പോകും. അതായത് ഏത് സമയത്തും നിരീശ്വരവാദം, യുക്തിവാദമൊക്കെ നമ്മുടെ മക്കളിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏത് സമയത്തും മക്കൾ വിശ്വാസത്തിൽ എന്തുട്ട് പടച്ചോൻ, എന്തുട്ട് ഇസ്ലാം, എന്തുട്ട് നബി, എന്തു ഖുർആൻ, അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന, ദീനിൽ നിന്നും പുറത്തു പോകുന്ന, ഈമാനില്ലാതെ പോകുന്ന ഒരവസ്ഥ കൂടി വരുന്നൊരു കാലമാണ്. അപ്പം ഞാനും എൻ്റെ കുടുംബവും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈമാനുള്ളവരായി മാറണം. ഖൽബിൽ നമുക്കെന്ത് വേണം? ഈമാൻ, വിശ്വാസം അരക്കെട്ട് ഉറപ്പിക്കണം. അതിന് പറ്റിയൊരു ദുആയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് കെലിമ ചൊല്ലി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ആരോടും വെറുപ്പില്ലാതെ മലക്കുകൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം കാണാൻ പറ്റുന്ന അത്രമാത്രം വലിയ പ്രതിഫലങ്ങളുടെ, മഹത്വങ്ങളുടെ വലിയ ഒരു കേദാരം തന്നെ, വലിയൊരു പേമാരി തന്നെ നമുക്ക് കിട്ടുന്ന പുണ്യമായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും വാപ്പമാർക്കും പറഞ്ഞു തരാം. പരിശുദ്ധമായ റമളാനൊക്കെ വരികയാണ്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ദുആകളൊക്കെ നമ്മൾ പരമാവധി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അൽഹംദുലില്ലാഹ്
നിരവധി ആളുകൾ ഇന്ന് ഇന്നുമൊക്കെ ഷാബാൻ മാസത്തിൽ നിന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള നിരവധി ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല എല്ലാവരുടെയും നോമ്പിനെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഏതാണ് ആ ദുആ? ഒരല്പം നീളമുള്ള ഒരു ദുആയാണ്, എന്നാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരുമ്പോൾ നമുക്കത് വളരെ എളുപ്പമായിരിക്കും പറയാൻ. ആ ദുആ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇലാഹി ബിഹുറുമത്തിൽ ഹസനി വ അഖീഹി വ ജദ്ദിഹി വ ബനീഹി വ ഉമ്മിഹി വ അബീഹി നജ്ജിനി മിനൽ ഗമ്മില്ലദീ അനാ ഫീഹി യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അർഹമർ റഹീമീൻ. ഇതാണ് ദുആ. എൻ്റെ പൊന്നുസ്താദേ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്ന ഈ ദുആ? ഇത് ഞങ്ങളെ കേട്ടിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ദുആയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് പറയാൻ തന്നെ പറ്റൂല. വല്ല ദിക്റും സ്വലാത്തൊക്കെ ഞങ്ങൾ പറയും, ഇത്ര വലിയ നീണ്ട ദുആ ഞങ്ങൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഇപ്പോഴാരും ചിന്തിക്കരുത്. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചേക്കാവുന്ന ചില നെഗറ്റീവുകളാണ്. അതും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് പിശാചാണ്. പിശാചിന് ഇത്തരത്തിലുള്ള ദുആകളൊക്കെ ആരെങ്കിലുമൊക്കെ പറയാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടു, ഇതൊക്കെ വല്ല കാര്യമുണ്ടോ പറയേണ്ടത്, അങ്ങനെ ഇട്ടുകൊടുക്കും. അതുകൊണ്ട് ആ മോശം ചിന്തയൊക്കെ മാറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് ഇത് കാണാതെ പഠിക്കണമെന്നില്ല, കണ്ടാണെങ്കിലും പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് ആവർത്തിച്ചു പറഞ്ഞു തരാം. ഏതാണ് ദുആ? ഒന്നുകൂടി. ഇലാഹി ബിഹുറുമത്തിൽ ഹസനി വ അഖീഹി വ ജദ്ദിഹി വ ബനീഹി വ ഉമ്മിഹി വ അബീഹി നജ്ജിനി മിനൽ ഗമ്മില്ലദീ അനാ ഫീഹി യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അർഹമർ റഹീമീൻ. ഇതാണ് ആ ദുആ. അതിന്റെ അർത്ഥം ഒന്ന് കേട്ടോ. അല്ലാഹുവേ, മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു, ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ആ ഇവരുടെ രണ്ടുപേരുടെയും പിതാമഹനാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും മാതാവാകുന്ന ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയുടെയും അവരുടെ പിതാവാകുന്ന മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അവരുടെയും മക്കളുടെയും പവിത്രത കൊണ്ട്, ഈ പറയപ്പെട്ട ആളുകളുടെയൊക്കെ പവിത്രത കൊണ്ട്, അല്ലാഹുവേ, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ വിഷമത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ഈ ദുആ പഠിച്ചു വെച്ചോ. കടങ്ങളുള്ളവരെ, വിഷമങ്ങളുള്ളവരെ, സങ്കടങ്ങളുള്ളവരെ, പൈശാചികമായ ഉപദ്രവങ്ങളുള്ളവരെ, സിഹർ ഏറ്റവരെ, കണ്ണേറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ, ഇങ്ങനെ നമുക്ക് നൂറ് നീറുന്ന പ്രശ്നങ്ങൾ മുന്നിലുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിനുള്ള പരിഹാരമാണ് ഈ ദുആ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ഇവരുടെയും ഇവരുടെ മക്കളുടെയൊക്കെ പവിത്രത കൊണ്ട് ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ വിഷമത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, സർവ്വതും നിയന്ത്രിക്കുന്നവനായ, മഹത്വമുള്ളവനായ, ആദരവുള്ളവനായ അല്ലാഹുവേ, നിന്റെ മഅരിഫത്തിന്റെ പ്രകാശം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ് അല്ലാഹ്. ഇതാണ് ആ ദുആഇന്റെ അർത്ഥം. നല്ലൊരു ദുആയാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. 3 വരെ ഇങ്ങനെ നിങ്ങളുടെ ഫോണുണ്ട്. ഈ പലർക്കും ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാ? ഈ ഫോൺ കണ്ടോ? ഈ ഫോണിൻ്റെ എളുപ്പമുള്ള മാർഗ്ഗം, ഈ ഫോണിൻ്റെ നമുക്കിപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് ഏതെങ്കിലും ഒരു ദുആ നമ്മൾ എഴുതി കാണിച്ചു. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ മൂന്ന് വിരൽ നമ്മൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി. ഇങ്ങനെ ഓടിക്കുമ്പോൾ അതിങ്ങനെ സ്ക്രീൻഷോട്ടായിട്ട് വരും. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ 3 വര കൊണ്ട് ഇങ്ങനെ 3 വിരൽ കൊണ്ട് ഇങ്ങനെ വരച്ചാൽ എന്ത് ചെയ്യാം? ആ ഒരു പോർഷൻ നമുക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൗസ് നെക്കിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറിലേക്ക്, നമ്മുടെ ബുക്കുണ്ടല്ലോ, ആ ബുക്കിലേക്ക് ഇങ്ങനെ എഴുതി വെക്കുക. കേട്ടാ? ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഒന്നുകൂടി നമുക്ക് ദുആ പറയാം. ഒന്ന് പറഞ്ഞേ. ഇലാഹി ബിഹുറുമത്തിൽ ഹസനി വ അഖീഹി വ ജദ്ദിഹി വ ബനീഹി വ ഉമ്മിഹി വ അബീഹി നജ്ജിനി മിനൽ ഗമ്മില്ലദീ അനാ ഫീഹി
യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. പഠിച്ചു വെച്ചോ ഈ ദുആ. ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പവിത്രതകൾ, ഒരുപാട് മഹത്വങ്ങൾ ഈ ദുആ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് കിട്ടും. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ ദുആ നമ്മൾ പറഞ്ഞാൽ പ്രധാനമായൊരു നേട്ടം എന്ന് പറഞ്ഞാൽ പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്, അല്ലേ? പിശാച് ഏത് സമയത്തും നമ്മളെ വഴിപിഴപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മനുഷ്യന്റെ രക്തം എവിടെയൊക്കെ സഞ്ചരിക്കുവോ, മനുഷ്യന്റെ രക്തമില്ലാത്ത സ്ഥലമില്ല, എല്ലാ സ്ഥലത്തും രക്തമുണ്ട്, അല്ലേ? ചോരയുണ്ടല്ലോ, ആ ചോര സഞ്ചരിക്കുന്ന, ചോര എത്തുന്ന എല്ലാ സ്ഥലത്തും പിശാചും വരുമെന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ മൊത്തം കൂടി പിശാചിനെ ഓടി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഏത് സമയത്തും നമ്മളെ അവൻ ഉപദ്രവിക്കും, ഏത് സമയത്തും നമ്മളെ അവൻ തെറ്റിലേക്ക് കൊണ്ടുപോവാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു എന്നാണ് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നബി തങ്ങളുടെ അടുക്കൽ പിശാച് വന്നു, ഇബ്ലീസ് വന്നു. ഒരു വയസ്സായ ആളുടെ രൂപത്തിലാണ് വന്നത്. വന്നിട്ട് നബിതങ്ങൾ ആ സമയത്ത് ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഒരു വയസ്സായ ആള് നബിയുടെ അടുക്കൽ വന്നു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, മൻ അന്ത, നീ ആരാ, നിങ്ങൾ ആരാണ്? അപ്പൊ വയസ്സായ ആ വൃദ്ധൻ അയാൾ പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ്. ലിമാദ ജീത്ത, ഇപ്പൊ എന്തിനാ വന്നതെന്ന് നബിതങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാഹു എന്നോട് താങ്കളുടെ അടുക്കൽ വരാൻ പറഞ്ഞു. അള്ളാഹ് എന്നോട് പറഞ്ഞു നബിയെ നിങ്ങളുടെ അടുക്കൽ വരാൻ, താങ്കൾ എന്ത് ചോദിച്ചാലും എന്നോട് മറുപടി പറയണമെന്നും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഫകം അഅദാഅക മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്റെ ശത്രുക്കൾ ആരാണ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത വിഭാഗം ആരാണ് എൻ്റെ ഉമ്മത്തിൽ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു എന്നാണ്, എൻ്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണെന്നാണ്. അല്ലാഹ് നബിതങ്ങളോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, എൻ്റെ ബാക്കിയുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, അതായത് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെടുക്കുന്ന, നബിതങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. അപ്പൊ നബിതങ്ങളെ നമ്മൾ ധാരാളമായി ഇഷ്ടപ്പെട്ടാൽ പിശാച് നമ്മുടെ ശത്രുവായിട്ട് അവൻ ഓടിക്കോളും. പിശാചിനെ കൂട്ടുകാരനാക്കിയാലാണ് പ്രശ്നം വരുന്നത്. പിശാച് നമ്മുടെ ശത്രുവായാൽ പിന്നെ അവൻ മൈൻഡ് ചെയ്യൂല. പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ഒരു നീതിയുക്തമായ ഭരണം നടത്തുന്നവർ, അവനെ പിശാചിന് ഇഷ്ടമല്ല. പിന്നെ വിനയമുള്ള സമ്പന്നൻ, ഈ പൈസ വരുമ്പോൾ അഹങ്കാരം കൂടും. അഹങ്കാരം കൂടാതെ പൈസ ഉണ്ടാകുമ്പോൾ വിനയം കാണിക്കുന്നവരാരാണോ അല്ലാഹു തആല അവർക്ക് അള്ളാന്റെ കൂട്ടുകാരനാവാൻ പറ്റും, പിശാചിന്റെ ശത്രുവാവാനും പറ്റും. പിന്നെ മറ്റൊന്ന്, സത്യസന്ധനായ കച്ചവടക്കാരൻ, ആരുമില്ലെങ്കിലും അളവിലും തൂക്കത്തിലൊന്നും വഞ്ചന കാണിക്കാത്തവർ, അവരാരാണ്? പിശാചിന്റെ ശത്രുവാൻ. പിശാചിന് അവരെ ഇഷ്ടമല്ല. പിന്നെയോ മറ്റൊന്നാണ് കരുണയുള്ള ആളുകൾ, മറ്റുള്ളവരോട് സ്നേഹത്തോടെ കരുണയോടുകൂടി പെരുമാറുന്നവർ. മറ്റൊന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർ, അല്ലെ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരെ പിശാചിന് ഇഷ്ടമല്ലെന്നാണ്. പിന്നെ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, വുദൂ നിത്യമാക്കുന്നവർ, സ്വതക്ക കൊടുക്കുന്നവർ, അനാവശ്യമായി ദേഷ്യപ്പെടുന്നവരെ പിശാചിന് ഇഷ്ടമാണ്. ദേഷ്യപ്പെടാത്തവരെ പിശാചിന് ദേഷ്യമാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, ഖുർആൻ നിത്യമായി ഓതുന്നവർ, അതുപോലെ തഹജ്ജുദ് നിസ്കാരം കൃത്യമാക്കുന്നവർ, ഇവരൊക്കെ എൻ്റെ ശത്രുക്കളാണെന്നാണ് ഇബ്ലീസ് പറഞ്ഞതെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാവണം? ഇബ്ലീസിന്റെ ശത്രുവാവണം, ഇബ്ലീസിന്റെ മിത്രമാവാൻ പാടില്ല. നമ്മൾ ആരുടെ മിത്രമാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിത്രമാവണം, അള്ളാന്റെ കൂട്ടുകാരനാവണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് പറ്റിയ ദുആയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ദുആ പഠിച്ചു വെക്കുക. ഒരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നിത്യമാക്കാനും പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഖുർആൻ പാരായണം, പറ്റുന്നതുപോലെ നോമ്പനുഷ്ഠിക്കുക, നല്ലവണ്ണം എല്ലാ കാര്യത്തിലും ദ്വാരക്കുക, മറ്റുള്ളവരുടെ പിണക്കം വഴക്ക് അതൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും എല്ലാ റാഹത്തിലും മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഒരുപാട് കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്ന നല്ല ആളുകളിൽ പഠിച്ചവൻ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് കാണാം. അതുവരേക്കും ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞവർ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.